ക്ലീറ്റോ, ഓ ഇത് നമ്മുടെ ജീവിതത്തിന്റെ കഥയാന്ന് പറഞ്ഞിട്ട് എന്താ നമ്മുടെ കഥ തന്നെയല്ലോ. ഇത് നല്ല അന്തസ്സായിട്ട് കുടുംബം നോക്കാനുള്ള കഥയായിരുന്നല്ലോ. അതിപ്പോ ഈ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സിനിമയിലാകുമ്പോ എന്ത് വേണം ആക്കാമല്ലോ കഥ അല്ലേ. അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ? ഓ ഞാൻ സത്യം പറയാല്ലേ, സിനിമ കാണണമെന്ന് മോഹിച്ച് തന്നെ വന്നത്. അല്ല യാത്രാക്ഷീണം കൊണ്ട് AC കണ്ടപ്പോഴുണ്ടല്ലോ, അത് തട്ടിയത് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അയ്യോ വാതിൽ തുറന്നു നടക്കാം. പൂട്ടിയിലായിരുന്നു തങ്കമ്മി. ഞാൻ പൂട്ടിയിട്ടില്ലേ? ഈ പൂട്ടിയും പിന്നെ എങ്ങനെ തുറന്നു നടക്കും? ഞാൻ പൂട്ടിയിട്ടല്ലേ താക്കോല് ക്ലീറ്റോന്റെ കൈ കൊണ്ട് തന്നത്. താക്കോല് ഞാൻ ചെടിച്ചട്ടിയുടെ ഇവിടെ വെച്ചല്ലേ താക്കോല്. അയ്യോ ദേ അമ്മയുടെ ബാഗൊക്കെ താഴെ കിടക്കണു. ഇത് ഞാൻ ഇവിടെ വെച്ചത്. വല്ല പൂച്ചയെ പട്ടിയെ കയറിയിട്ടുണ്ടോ? വാതിൽ പൂട്ടിയില്ല. പിന്നെ പട്ടി കയറിയിട്ട് ബാഗ് കട്ടി വെച്ചിട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ കള്ളന്മാരും വല്ലതും കയറിയിട്ടുണ്ടോ? അങ്ങോട്ട് അലമാരി ഒന്ന് തുറന്നു നോക്കുന്നേ. അല്ല വിഷമിക്കണ്ടേ, ഇവിടെ ഇപ്പൊ കൊണ്ടുപോകൊന്നും ഇല്ലല്ലോ. എന്നാലും അത് അയ്യോ ക്ലീറ്റോ, എന്തേ എന്റെ അലമാരി മുഴുവൻ വാരി വലിച്ച് സർവ്വത്ര നാശാക്കിട്ടേക്കണു. അയ്യോ ഇതെന്താ? സാരിയൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ കള്ളൻ ചമ്മി പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ എന്തോ കൊണ്ടുപോകാം ഒന്നും ഇല്ലല്ലോ നമ്മളെ. ഇവിടെ എന്തോ നിങ്ങള് വേണം കഴിക്കാൻ. എന്റെ സമ്പാദ്യം ഒന്നും ഇവിടെ ഇരിപ്പില്ല. എനിക്ക് ടെൻഷൻ ഇല്ല. അതിന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ എന്തെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ? ഞാൻ അതാ പറഞ്ഞത്. നീ എന്തെങ്കിലും ഇവിടെ പൈസയോ സമ്പാദ്യം ഒന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ? പോലീസിനെ വിളിച്ച് പറഞ്ഞ പോലീസിനെ അവരെ ഓടങ്ങോട്ട്. നടരാജ, നീ എന്തെങ്കിലും ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചേട്ടില്ലേ? എങ്ങനെ അതിനകത്ത് വന്നു? വെള്ളം അടിച്ച് ഫിറ്റായിട്ട് നീ ഒന്നും പറയണ്ട. അവൻ ബോധമില്ലാതെ ഇത് ക്ലീറ്റോന്റെ പാർട്ടിക്കാരനാണോ? ഇയാൾ എന്തിനാ നമ്മുടെ വീടിന്റെ അകത്ത് കയറിയത്? നാളെ ബോധം തെളിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. നടരാജ, നടരാജനാണ് അലമാരി തുറന്ന് സാരിയൊക്കെ പുറത്തിട്ടിട്ടത്. നിനക്ക് നിന്റെ ഭാര്യക്ക് സാരി നീ വാങ്ങിച്ചു കൊടുക്കണം. അല്ല എന്റെ ഭാര്യയുടെ സാരി കെട്ടോണ്ട് പോകുന്നല്ലടാ. അവൻ ബോധമില്ല തങ്കം. വെറുതെ ഒന്നും പറയിപ്പിച്ചിട്ട് കാര്യമില്ല. സാറ് പറഞ്ഞ പോലെ അലമാരക്കകത്ത് ഞാൻ അരിച്ചു പറയിച്ച് നോക്കി. പൈസയുമില്ല, ഒരു കുന്തവുമില്ല. അത് കൂടെ കിട്ടിയത് ഈ സാധന. പിന്നെ ഇവിടെ വന്ന് ആംബ്ലേറ്റ് ഉണ്ടാക്കി ഇവിടെ ഏത് സാറാ പറഞ്ഞത്? കള്ളം പറഞ്ഞ അടിച്ച് ക്ലീറ്റോയാണ് പറഞ്ഞത്. ക്ലീറ്റോന് പൈസ വേണോ? പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണേ? പൈസ ഞാൻ ഇപ്പൊ എടുത്തു തരാം കേട്ടോ. ഇപ്പൊ തരാം. എങ്ങനെ തോന്നി ഇതൊക്കെ? വല്ലവനെയൊക്കെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റാവോ? പൈസ ഇതിനകത്തുണ്ട്. ക്ലീറ്റോ, ഇതേ ഞാൻ നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ച് ഉറുമ്പ് അരിമണി കൂട്ടി വെക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയതാ. ഇത് ഇവിടെ ഇട്ടിട്ട് പോവാൻ എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടാവും. ഞാൻ എന്താ പൊട്ടിയാന്നാ നിങ്ങളുടെ വിചാരിച്ചേ? പൈസ നമ്മുടെ കൂടെ സിനിമ കാണാനുണ്ടായിരുന്നു. പോലീസിനെ വിളിക്കാൻ വേണ്ടത്. പക്ഷെ പല്ലിക്കുത്തി എന്തിനാ നാറ്റുന്നത്? ഇപ്പോഴത്തേക്ക് വെറുതെ വിട്ടിരിക്കുന്നത്. എല്ലാരും നാറും. അതുകൊണ്ട് വീട്ടിൽ കയറി മോഷ്ടിക്കാനും തുടങ്ങി. കടക്കടി ഇവിടെ. തോൽവി Alien versus Alien.